പറയണത്. അതാ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉള്ളപ്പോഴാണ് അതാ നിന്റെ മകള് മരിക്കുന്നതെങ്കിൽ, അഥവാ കല്യാണം കഴിയുന്നതിന് മുന്നെയാണ് അതാ അവള് മരിക്കുന്നതെങ്കിൽ, അവൾ ദീനിയായി നടക്കാത്തവളാണെങ്കിൽ, അതാ തലമറയ്ക്കാതെ നടക്കാത്തവളാണെങ്കിൽ, നാളെ നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് പറയും, എൻ്റെ ഉമ്മ എന്നെ തലമറപ്പിച്ച് പഠിപ്പിച്ചിട്ടില്ല. നോമ്പായിട്ട് പോലും പുറത്തിറങ്ങുമ്പോ മോളെ നീ ഒന്ന് തലമറച്ചിട്ട് പോകുമോ മോളെ എന്ന് പറഞ്ഞിട്ടില്ല. 27-ാം രാവായിട്ട് പോലും 29-ാം രാവായിട്ട് പോലും തലമറക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നൊരു ഉപദേശം തന്നിട്ടില്ല. അതുകൊണ്ട് പടച്ചോനെ, ഈ ഉമ്മ 5 വഖത്ത് നിസ്കരിച്ച ഉമ്മയാ, ഈ വാപ്പ ഹജ്ജ് ചെയ്ത വാപ്പയാ. പക്ഷേ എനിക്ക് ദീനിയായി എന്നോട് അതാ ഞാൻ ചിലപ്പോ അനുസരിക്കാതിരുന്നിട്ടും എന്നോടൊന്ന് ദേഷിച്ചോ, അതല്ലെങ്കിൽ ഗൗരവമായിട്ടോ ഒന്ന് സംസാരിച്ചിട്ടില്ല, അതിൻ്റെ അതാ വരുമ്പരായിക പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല അല്ലാ. അതുകൊണ്ടാണ് ഞാൻ തല തുറന്ന് നടന്നത്, അതുകൊണ്ടാണ് ഞാൻ അതാ ഔറത്ത് മറയ്ക്കാതെ നടന്നത്. അതുകൊണ്ട് എൻ്റെ ഉമ്മാനെ സ്വർഗത്തിൽ കിടത്തണ്ട, എൻ്റെ വാപ്പ ഹജ്ജ് ചെയ്ത വാപ്പയാണ് സ്വർഗത്തിൽ കിടത്തണ്ട, എന്നെ സ്വർഗത്തിൽ കിടത്തണേ അല്ലാ എന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് മക്കള് സ്വർഗത്തിൽ പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേപോലെയാണ് ഭർത്താക്കന്മാരെ. നിങ്ങളെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളെ ഭാര്യമാര് തലമറക്കാതെ നടക്കുന്നതിനെ നീ സപ്പോർട്ട് ചെയ്യുന്നവനാണോ? നിന്റെ ഭാര്യ അതാ തലമറയ്ക്കാതെ നടക്കുമ്പോ അതാ എൻ്റെ ഭാര്യ നല്ല മോഡലായിട്ട് നടക്കട്ടെ, അതാ മറ്റുള്ളവര് കാണട്ടെ, ആ ബോഡി ഷേപ്പുള്ള ഡ്രസ് ഇട്ട് നടക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ 27-ാം രാവിന്റെ അതാ രാത്രിയിൽ പോലും, 27-ാം രാവിന്റെ രാവിൽ പോലും ഭാര്യ ഭർത്താക്കന്മാര് യാത്ര ചെയ്യുമ്പോ ബൈക്കുകളില് വാഹനങ്ങളിൽ എവിടെ എങ്ങനെയാണെങ്കിലും ശരി, അതാ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ തലമറയ്ക്കാതെ ഭാര്യയുമായി പുറത്തിറങ്ങി അതാ എന്ത് ചായ കുടിക്കുന്ന സമയമാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് പോയപ്പോൾ കണ്ടൊരു കാര്യമാണ് ഈ പറയണത്. സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാ നിനക്കാണ് നാളെ അള്ളാഹുവിന്റെ ശിക്ഷ. നിന്റെ ഭാര്യ ചിലപ്പോ ശിക്ഷിക്കൂല, കാരണം നീ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, നീ അവൾക്കതാ നല്ലത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലാഹുവേ, ആ സമയത്ത് നിന്റെ ഭാര്യ പറയും, പടച്ചോനെ, എൻ്റെ ഭർത്താവ് എന്നോടിതൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ഭർത്താവ് ഞാൻ തലമറയ്ക്കാതെ നടന്നപ്പോ എന്നെ കുറ്റം പറഞ്ഞില്ല, മോളെ അങ്ങനെ നീ നടക്കല്ലേ എന്ന് പറഞ്ഞില്ല, എനിക്ക് അതാ തലമറയ്ക്കാനുള്ള ഉപദേശം തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഭർത്താവിനെ പിടിച്ച് നരകത്തിലിട് റബ്ബേ, പകരം എനിക്ക് സ്വർഗം തരണേ അല്ലാ പറയുമെന്ന് അള്ളാഹുവിന്റെ മഹാന്മാർ പറയാണ്. മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടി സ്വർഗത്തിൽ പോകും. നെഞ്ചത്ത് ചവിട്ടിയിട്ട് പറയും, ഇവരെ സ്വർഗത്തിൽ കടത്താൻ പറ്റൂല പടച്ചോനെ. എത്ര പുന്നാരയായിട്ട് വളർത്തിയ പൊന്നുമോളാണെങ്കിലും പൊന്നുമോനാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ദീനാ പറയണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊന്നും തികഞ്ഞവരൊന്നും അല്ലെന്നേ, നമ്മളൊന്നും തികഞ്ഞവരൊന്നും അല്ല. പക്ഷെ ചില നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കടത്തും. എഴുതി വെച്ചോ. നമ്മൾ ഈ ഒരു ഉപദേശം കേട്ടിട്ട് ആരെങ്കിലും തലമറച്ചു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഭാര്യയോട് പറയാണ്, മോളെ നമ്മൾ ഇന്നലെ വരെ നീ സംഭവം ഒക്കെയാണ് മോഡലൊക്കെ ആയിട്ട് നടന്നത്, നീ എൻ്റെ മുന്നിൽ മോഡലാക്കിക്കോ, നല്ല ഡ്രസ്സ് നിനക്ക് എത്ര 10,000-ന്റെ ഡ്രസ്സോ ഞാൻ വാങ്ങിച്ചു തരാം, നോ പ്രോബ്ലം. പക്ഷേ ഔറത്ത് മറയുന്ന ഡ്രസ്സ് ഇട്ടോട്ട് നടക്കണം. 27-ാം രാവ 29-ാം രാവ റമദാനാണ്, തലമറച്ച് നടക്കണം, ഇത് കഴിഞ്ഞിട്ട് നടക്കണം. ഇങ്ങനെ ഒരു ഭർത്താവ് ഇത് കേട്ടിട്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അത് ഉപദേശിച്ചു കഴിഞ്ഞാൽ, മക്കളെ, സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെ നടക്കുന്നു, നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് മാഷാ അല്ലാഹ് നല്ല റാഹത്ത്. എന്തൊരു രസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മളെ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരുടെ സൗന്ദര്യം തന്നെ അവരുടെ തട്ടമല്ലേ, മറ്റുള്ളവരെ കാണിക്കാനല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ ഭർത്താക്കന്മാരെ കാണിക്കാനാണ്. മാഷാ തട്ടം ഇട്ടെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം? നല്ല റാഹത്തായിട്ട് മാഷാ അല്ലാഹ് നല്ല ചുറ്റിക്കെട്ടി റാഹത്തായിട്ട് നടക്കാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് അത് കാരണമായിട്ട് സ്വർഗം നൽകും.
നിസ്കരിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പോകും. എന്നാൽ ചില നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവർ ചില ചെറിയ ചെറിയ നന്മയുണ്ടല്ലോ, ആ നന്മ എടുത്ത് ഈ 50 കൊല്ലത്തെ നിസ്കാരം ചിലപ്പോൾ അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിലോ, അപ്പോഴാണ് കിടക്കുന്നത്. അതാ തലമറച്ച് ഒരു ഉമ്മ, ഒരു സഹോദരി, ഒരു പെങ്ങള് മാഷാ അല്ലാഹ് ഇന്ന ദിവസം ഈ റമളാനിൽ തലമറയ്ക്കാൻ തീരുമാനിച്ചു, നല്ല ഡ്രസ് ഇടാൻ വേണ്ടി തീരുമാനിച്ചു. മാഷാ അല്ലാഹ് സ്വർഗത്തിൽ കിടത്തു എന്ന് അല്ലാഹു പറയും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊന്നും തികഞ്ഞവരല്ല, പക്ഷേ ചില നന്മകൾ നമ്മൾ ചെയ്യണം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലാഹു നമുക്ക് ബറക്കത്തിൽ കേട്ടു. കൂടുതലൊന്നും പറയണില്ല. ഈ റമളാനിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ ഉപദേശമാണ്, ചെറുപ്പക്കാരെ നെരിയാണിക്ക് മുകളിലേക്ക് ഡ്രസ്സ് ധരിക്കുക. പള്ളിയിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന്